ഒരു ദേശത്തെ അമ്പലത്തിൽ നടക്കുന്ന ഉത്സവം ആ നാടിന്റെ തന്നെ ഐശ്വര്യമാണ്. അവിടുത്തെ ജനങ്ങൾക്ക് അത് വളരെ അധികം സന്തോഷം നൽകുന്ന ഒന്നാണ്. പഞ്ചവാദ്യങ്ങളും ആനയും താലപ്പൊലിയും വെടിക്കെട്ടും തീവെട്ടിയും നാടകവും കഥകളിയും കച്ചേരികളുമൊക്കെ തന്നെ ആ ജനതയുടെ അതിരില്ലാത്ത സന്തോഷത്തിന് കാരണമാകുന്നു. പക്ഷേ ഇന്നും പലർക്കും ഈ ഉത്സവം എന്താണെന്നും എന്തിനാണ് ഇത് നടത്തുന്നതെന്നും ആർക്കും അറിയില്ല എന്നുള്ളതാണ് സത്യം. എല്ലാവരും ഉത്സവം നടത്തുന്നു, ഞങ്ങളും നടത്തുന്നു. എല്ലാവരും ഉത്സവത്തിനു പോകുന്നു, ഞാനും പോകുന്നു. എല്ലാവരും തൊഴുന്നു, ഞാനും തൊഴുന്നു. ഇതാണ് ആരോടെങ്കിലും നമ്മൾ ചോദിച്ചാൽ ലഭിക്കുന്ന ഉത്തരം. എന്നാൽ ഉത്സവം എന്ന ഐതിഹ്യത്തിന് വളരെ വ്യക്തമായ ഒരു ഉത്തരമുണ്ട്. ഒരു പ്രദേശത്ത് ഒരു അമ്പലം ഉണ്ടെങ്കിൽ ആ ദേശത്തിന്റെ പിതാവോ അല്ലെങ്കിൽ മാതാവോ ആയിട്ടാണ് ആ അമ്പലത്തിൽ കുടിയിരിക്കുന്ന ശക്തിയെ കണക്കാക്കുന്നത്, അല്ലെങ്കിൽ രക്ഷാധികാരി ഒക്കെ ആയിട്ടാണ് കണക്കാക്കുന്നത്. ഒരു അമ്പലത്തിൽ പ്രതിഷ്ഠ കർമ്മങ്ങൾ നടക്കുന്നതിനു മുൻപേ തന്നെ ആ സ്ഥലം ശുദ്ധീകരിക്കുന്ന ചടങ്ങുകൾ പലവിധം ആണ്. ചില സ്ഥലങ്ങളിൽ ഒക്കെ ക്ഷേത്രത്തിനു സ്വന്തമായി ആദ്യം വാങ്ങുന്നത് ഒരു പശുവിനെ ആണ്. അതിനുശേഷം നവധാന്യങ്ങൾ ക്ഷേത്രത്തിന്റെ സ്ഥലത്തു വിതക്കുന്നു. അതിനുശേഷം ആ പശുവിനെ ഈ നവധാന്യങ്ങൾ മുളച്ചുവരുന്ന സ്ഥലത്തു കെട്ടിയിടുന്നു. അതിനുശേഷം ഈ നവധാന്യങ്ങൾ ഭക്ഷിച്ചു ആ സ്ഥലത്തു തന്നെ പശു ചാണകം ഇടുന്നു. അങ്ങനെ ആ സ്ഥലം ശുദ്ധി ചെയ്യപ്പെടുന്നു എന്നാണ് സങ്കല്പം. അതിനുശേഷം ആണ് പ്രതിഷ്ഠയും മറ്റു കർമ്മങ്ങളും നടക്കുക. രണ്ടു രീതിയിൽ ഉള്ള ഈശ്വര സങ്കല്പങ്ങൾ ആണ് ഉള്ളത്. ഒന്ന് മന്ത്രകർമ്മങ്ങളാൽ ആവാഹിച്ചു കുടിയിരുത്തുക. പിന്നെ ഉള്ളത് സ്വയംഭൂ, അതായത് ഒരു ശക്തിക്കു സ്വയം ആഗ്രഹം മൂലം ഒരിടത്തു ഇരിക്കുന്നതിനെ ആണ് സ്വയംഭൂ എന്ന് പറയപ്പെടുന്നത്. ഓരോ ഈശ്വര സങ്കല്പങ്ങളും വ്യത്യാസപ്പെട്ടിരിക്കുന്നു. അതിനനുസരിച്ചു ഓരോ ആരാധനകളും വ്യത്യാസം വരുന്നതാണ്. ഉദാഹരണത്തിന് ഉണ്ണിക്കണ്ണൻ, കൃഷ്ണൻ, ഗുരുവായൂരപ്പൻ, മഹാവിഷ്ണു എന്നൊക്കെ ഉള്ളതും ഓരോ ആരാധനകളും പൂജാമന്ത്രങ്ങളും വ്യത്യാസം ഉള്ളതുമാണ്. അപ്പോൾ പറഞ്ഞു വന്നത്, ഒരു ക്ഷേത്രത്തിലെ ഉത്സവം, ഒരു ക്ഷേത്രത്തിലെ കൊടിമരം എന്ന് പറയുന്നത് ആ ക്ഷേത്രത്തിലെ ഭഗവാന്റെ അല്ലെങ്കിൽ ഭഗവതിയുടെ നട്ടെല്ലാണ്. ഉത്സവത്തിന് കോടി ഉയർത്തു എന്ന് കേട്ടിട്ടില്ലേ? ഓരോ പാർട്ടിക്കാരും കോടി ഉയർത്തുന്ന പോലെ അല്ല ഇത്. ശ്രീകോവിലിനു ഉള്ളിലെ നമ്മൾ നോക്കി കൈകൂപ്പി തൊഴുന്ന വലിയ വിഗ്രഹത്തിൽ അല്ല അവിടുത്തെ ശക്തി ഇരിക്കുന്നത്. അതിനെ താഴെ നിലത്തായി ആ ഭഗവത് സങ്കല്പത്തിൽ ഉള്ള ഒരു ചെറിയ പഞ്ചലോഹ വിഗ്രഹത്തിൽ ആണ് ശക്തി ഉള്ളത്. ഉത്സവം തുടങ്ങുന്ന ദിവസം ശ്രീകോവിലിൽ പൂജ കഴിഞ്ഞതിനുശേഷം ഈ പഞ്ചലോഹ വിഗ്രഹത്തിൽ നിന്നും ശക്തിയെ ഒരു വിളക്കിലെ തിരുനാളത്തിലേക്കു ആവാഹിക്കുന്നു. അതിനുശേഷം ആ തിരിയിൽ നിന്നും കൊടിമരത്തിന്റെ ചുവട്ടിലെത്തി കൊടിമരം പൂജിച്ചു ആ ശക്തിയെ വീണ്ടും കൊടിയിലേക്കു ആവാഹിക്കുന്നു. അതിനുശേഷം കോടി ഉയർത്തുന്നു. എല്ലാ ക്ഷേത്രങ്ങളുടെയും കൊടിമരത്തിനു മുകളിലായി ശ്രീകോവിലിനു അകത്തുള്ള ശക്തിയുടെ വാഹനം ഏതാണോ ആ വാഹനത്തിന്റെ ഒരു പഞ്ചലോഹ വിഗ്രഹം സ്ഥാപിച്ചിട്ടുണ്ട്. കൊടിയിലേക്കു ആവാഹിച്ച ശക്തി മുകളിലെത്തുന്നതോടുകൂടി ആ ശക്തി കൊടിമരത്തിന് മുകളിലുള്ള വാഹനപ്പുറത്തേറി നാട്ടിലെ സ്വന്തം പ്രജകളെ കണ്ടു അവരുടെ ക്ഷേമം അന്വേഷിക്കാൻ പോകുന്നു. ഉദാഹരണത്തിന് മഹാവിഷ്ണു ആണ് ശക്തി എങ്കിൽ കൊടിമരത്തിന് മുകളിൽ പരുന്തിനെ സ്ഥാപിച്ചിട്ടുണ്ടാകും. എല്ലാ പ്രജകളെയും കണ്ടു ക്ഷേമം അന്വേഷിച്ചു തിരിച്ചു എത്തുമ്പോൾ ഇതേപോലെ തന്നെ തിരിച്ചും കൊടിയിറക്കി ആവാഹിച്ചു ശ്രീകോവിലേക്ക് തിരിച്ചു കുടിയിരുത്തുന്നു. ഉത്സവം തുടങ്ങിക്കഴിഞ്ഞാൽ ശ്രീകോവിലിൽ ഒരു നേരം മാത്രമേ പൂജ ഉണ്ടാവുകയുള്ളൂ. കാരണം ശക്തി ശരിക്കും ശ്രീകോവിലിൽ ഇല്ലാലോ, അതുകൊണ്ടാണ് അങ്ങനെ. ഇതാണ് ഉത്സവം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എല്ലാവർക്കും ഇതൊരു പുതിയ അറിവായിരിക്കും എന്ന് എനിക്കറിയാം. നന്ദി.